ഈശോയിൽ സ്നേഹവന്ദനം. വെൽക്കം ഫ്രണ്ട്സ്, ദിസ് ഇസ് ജോസഫ് ഫ്രം ജെജോ ലോഗോസ് 316. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 10-ാം അധ്യായത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുമ്പോൾ കൂട്ടായ നമ്മുടെ പരിശ്രമങ്ങൾ കർത്താവിൽ സമർപ്പിക്കാം. വിശുദ്ധ വചനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവൻ്റെ ദിവ്യമാർഗനിർദ്ദേശം നമ്മുടെ പാതയെ പ്രകാശിപ്പിക്കട്ടെ. ദൈവജനം പഠിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ലോഗോസ് ബൈബിൾ ക്വിസ് 2024 നമ്മുടെ തയ്യാറെടുപ്പുകൾ ജ്ഞാനവും വിവേകവും കൊണ്ട് നിറയട്ടെ. തിരുവചനങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ നിങ്ങൾക്ക് ഫലവത്തായതും സമ്പന്നവുമായ നിമിഷങ്ങൾ നേരുന്നു. ജോസഫ് ഫോർ ജെജോ ലോഗോസ് 316. ലൂക്ക 10 ഒരു ആമുഖം. ലൂക്ക 10-ാം അധ്യായത്തിൽ സമാധാന ദൂതുമായി ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ദൈവരാജ്യം പ്രചരിപ്പിക്കാൻ കർത്താവ് 72 അല്ലെങ്കിൽ 70 ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തുന്നു. അവൻ എളിമ, വിശ്വാസം, നിത്യജീവിതത്തിൽ ആനന്ദം എന്നിവ എടുത്തു കാട്ടുന്നു. നമ്മളുടെ സമറയക്കാരൻ്റെ ഉപമയിലൂടെയും മർത്തായുടെയും മറിയത്തോടുമുള്ള സംഭാഷണത്തിലൂടെയും ഈശോ സ്നേഹം, കരുണ, ശിശുത്വത്തിൻ്റെ മുൻഗണനകൾ എന്നിവയെക്കുറിച്ചുള്ള പാഠങ്ങൾ നൽകുന്നു. പരിധികളില്ലാതെ അനുകമ്പ കാണിക്കാനും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിന് മുൻഗണന നൽകാനും ഈ അധ്യായം നമ്മെ വെല്ലുവിളിക്കുന്നു. ഈശോയുടെ പ്രബോധനങ്ങളുടെ പരിവർത്തന ശക്തിയെ പരിവേഷണം ചെയ്യുവാൻ നമുക്കൊന്നിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ലൂക്ക 10:23 യേശു ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞത് എന്ത്? ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി യേശു പറഞ്ഞത് എന്ത് എന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്ന്. 2, ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ താൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? നിത്യജീവൻ അവകാശമാക്കാൻ താൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? അതിൻ്റെ ഉത്തരം, ഒരു നിയമജ്ഞൻ. ലൂക്ക 10:25. ഒരു നിയമജ്ഞനാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ലൂക്ക 10:25. 3, ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യമേ ആശംസിക്കേണ്ടത് എന്ത് എന്നാണ് ലൂക്ക 10:5 പറഞ്ഞിരിക്കുന്നത്? ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യമേ ആശംസിക്കേണ്ടത് എന്ത്? ഇതാണ് മൂന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം, ഈ വീടിന് സമാധാനം എന്ന്. ഈ വീടിന് സമാധാനം എന്ന് ആശംസിക്കണം. 4-ാമത്തെ ചോദ്യം, ആര് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളുമെന്നാണ് ലൂക്ക 10:6 പറയുന്നത്? ആര് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളുമെന്നാണ് ലൂക്ക 10:6 പറയുന്നത്? അതിൻ്റെ ഉത്തരം, സമാധാനത്തിൻ്റെ പുത്രൻ. സമാധാനത്തിൻ്റെ പുത്രൻ ആ ഭവനത്തിലുണ്ടെങ്കിൽ. 5-ാമത്തെ ചോദ്യം, താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി തനിക്ക് മുമ്പേ കർത്താവ് അയച്ചത് ആരെ? കർത്താവ് തനിക്ക് മുമ്പേ ആരെയാണ് ഈ 2 പേരായി അയച്ചത്? വേറെ 72 പേരെ തിരഞ്ഞെടുത്ത്. 6-ാമത്തെ ചോദ്യം, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് യേശു താൻ അയച്ച 72 പേരോട് പറയുന്നത്? എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് യേശു താൻ അയച്ച 72 പേരോട് പറയുന്നത്? അതിൻ്റെ ഉത്തരം, കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ. 10:2. കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ. ലൂക്ക 10:3 താൻ അയച്ച 72 പേരെ യേശു എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? 7-ാമത്തെ ചോദ്യം, എന്തിനോടാണ് 72 പേരെ യേശു ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം, കുഞ്ഞാടുകളോടാണ് ഉപമിച്ചിരിക്കുന്നത്. ചെന്നായ്ക്കളുടെ മുമ്പിലുള്ള കുഞ്ഞാടുകളോട്. 8-ാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. ഡാഷയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. ലൂക്ക 10:4. ഡാഷ്, സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. ഉത്തരം, മടിശീലയോ. അതാണ് അതിൻ്റെ ഉത്തരം. 9-ാമത്തെ ചോദ്യം, ലൂക്ക 10:4 അഭിവാദനം സംബന്ധിച്ച നിർദ്ദേശം എന്താണ്? ലൂക്ക 10:4 അഭിവാദനം സംബന്ധിച്ച നിർദ്ദേശം എന്താണ്? ഉത്തരം, വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യരുത് എന്നത്. 10, അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. ലൂക്ക 10:7. ഏത് വീട്ടിൽ? അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. ഏത് വീട്ടിൽ?
അതിൻ്റെ ഉത്തരം സമാധാനത്തിൻ്റെ പുത്രനുള്ള വീട്ടിൽ. ലൂക്ക 10:6. സമാധാനത്തിൻ്റെ പുത്രനുള്ള വീട്ടിൽ. 11. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് യേശു പറയുന്നത്? ലൂക്ക 10:8. ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കണം, എന്ത് ചെയ്യണമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിനെന്ന്. നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിനെന്ന്. 12. എവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ എന്നാണ് ലൂക്ക 10:9 പറയുന്നത്? എവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ എന്നാണ് ലൂക്ക 10:9 പറയുന്നത്? അതിൻ്റെ ഉത്തരം നിങ്ങളെ സ്വീകരിക്കുന്ന നഗരത്തിലെ രോഗികളെ. ലൂക്ക 10:8-9. നിങ്ങളെ സ്വീകരിക്കുന്ന നഗരത്തിലെ രോഗികളെ. 13. ലൂക്ക 10:9 10:11 ഏത് വിഷയമാണ് ഊന്നി പറഞ്ഞിരിക്കുന്നത്? ലൂക്ക 10:9 10:11 പൊതുവായിട്ട് കാണുന്ന വിഷയം ഏതാണ്? അതിൻ്റെ ഉത്തരം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന വിഷയം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നവരെയൊക്കെ അറിയിക്കുക എന്നാണ് രണ്ടിലും പറയുന്നത്. 14. പൂരിപ്പിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം ഡാഷിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും. ലൂക്ക 10:12. ഏത് നഗരത്തിൻ്റെ സ്ഥിതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതാണ് പൂരിപ്പിക്കാനായിട്ടുള്ള ചോദ്യം. ഉത്തരം സോതോമിൻ്റെ സ്ഥിതി. അടുത്ത ചോദ്യം 15. ലൂക്ക 10:13 നിനക്ക് ദുരിതമെന്ന് ഏത് 2 നഗരങ്ങളോടാണ് യേശു പറയുന്നത്? നിനക്ക് ദുരിതം എന്ന് യേശു ഏത് നഗരങ്ങളോടാണ് പറയുന്നത് എന്നാണ് 15ാമത്തെ ചോദ്യം. ലൂക്ക 10:13 അനുസരിച്ച് കൊറാസിൻ, ബെത്സൈദ എന്നീ നഗരങ്ങളോടാണ് ഇങ്ങനെ പറയുന്നത്. കൊറാസിൻ, ബെത്സൈദ. 16. കൊറാസിൻ, ബെത്സൈദ എന്നീ നഗരങ്ങൾക്ക് പുറമെ ലൂക്ക 10:13 പരാമർശിക്കപ്പെടുന്ന 2 നഗരങ്ങൾ ഏതൊക്കെ? 10:13 2 നഗരങ്ങൾ കൂടി പരാമർശിക്കപ്പെടുന്നുണ്ട്. അവ ഏതൊക്കെയാണ്? ഉത്തരം ടൈറും സീദോനും ആണ് അവിടെ അവിടെ ഉദ്ധരിക്കപ്പെടുന്നത്. വിധി ദിനത്തിൽ ഏതൊക്കെ നഗരങ്ങളുടെ സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കുമെന്നാണ് ലൂക്ക 10:14 പറയുന്നത്? 17ാമത്തെ ചോദ്യം. വിധി ദിനത്തിൽ ഏതൊക്കെ നഗരങ്ങളുടെ സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും? ഉത്തരം ടൈറിൻ്റെയും സീദോൻ്റെയും. 18. നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ? ആരോടാണ് യേശുവിൻ്റെ ഈ ചോദ്യം? നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ? ആരോടാണ് യേശുവിൻ്റെ ഈ ചോദ്യം? ഉത്തരം കഫർനാമിനോടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അടുത്ത ചോദ്യം 19. ലൂക്ക 19:16 അനുസരിച്ച് യേശുവിനെ അയച്ചവനെ നിരസിക്കുന്നത് ആര്? ലൂക്ക 10:16 അനുസരിച്ച് യേശുവിനെ അയച്ചവനെ നിരസിക്കുന്നത് ആര്? യേശുവിനെ നിരസിക്കുന്നവൻ. യേശുവിനെ അയച്ചവനെ നിരസിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ യേശുവിനെ നിരസിക്കുന്നവൻ. 20. യേശു അയച്ചവരിൽ എത്ര പേരാണ് സന്തോഷത്തോടെ തിരിച്ചു വന്നത്? യേശു അയച്ചവരിൽ എത്ര പേരാണ് സന്തോഷത്തോടെ തിരിച്ചു വന്നത്? അതിൻ്റെ ഉത്തരം 72 പേരും. ലൂക്ക 10:17 അനുസരിച്ച് 72 പേരും തിരിച്ചു വന്നു. 21. സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. ലൂക്ക 10:18 ആരോട് പറഞ്ഞു? സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. ആരോട് പറഞ്ഞു? ഉത്തരം യേശു ശിഷ്യന്മാരോട്. യേശു 72 പേരോടാണ് ഇങ്ങനെ പറയുന്നത്, ശിഷ്യന്മാരോട്. 22. പാമ്പുകളെയും തേളുകളെയും കൂടാതെ മറ്റെന്തിൻ്റെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു എന്നാണ് യേശു ലൂക്ക 10:19 പറയുന്നത്. പാമ്പുകളും തേളുകളും കൂടാതെ മറ്റെന്തിൻ്റെ മേൽ? ഉത്തരം ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ. 23ാമത്തെ ചോദ്യം. ലൂക്ക 10:20 അനുസരിച്ച് എന്തിൽ സന്തോഷിക്കുവാനാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് നിർദ്ദേശിക്കുന്നത്? അതിൻ്റെ ഉത്തരം അവരുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ. അതിലാണ് സന്തോഷിക്കാൻ പറയുന്നത്. അടുത്ത ചോദ്യം 24. ലൂക്ക 10:21 യേശു ആനന്ദിക്കുന്നത് ആരിൽ? ലൂക്ക 10:21 യേശു ആനന്ദിക്കുന്നത് ആരിൽ?
അതാണ് 24-ാമത്തെ ചോദ്യം. അതിനുത്തരം പരിശുദ്ധാത്മാവിൽ. പരിശുദ്ധാത്മാവിൽ. യേശു ആനന്ദിക്കുന്നത് പരിശുദ്ധാത്മാവിൽ. 25-ാമത്തെ ചോദ്യം, നല്ല സമരക്കാരൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ കൊടുത്തത് എത്ര ദനാറ? നല്ല സമരക്കാരൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ കൊടുത്തത് എത്ര ദനാറ എന്നതാണ് 25-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം 2 ദനാറ. 2 ദനാറയാണ് അടുത്ത ദിവസം സത്രക്കാരനെ ഏൽപ്പിച്ചത്. 26, ലൂക്ക 10 പരാമർശിക്കപ്പെടുന്ന 2 സ്ത്രീകൾ ആരൊക്കെ? ലൂക്ക 10 പരാമർശിക്കപ്പെടുന്ന 2 സ്ത്രീകൾ ആരൊക്കെ എന്നതാണ് 26-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം മർത്തായും മറിയവും. മർത്തായും മറിയവുമാണ് ലൂക്ക 10-ാം അധ്യായത്തിൽ കാണുന്നത്. മർത്തായും മറിയവും. 27-ാമത്തെ ചോദ്യം, ലൂക്ക 10:38 അനുസരിച്ച് യേശുവിനെ സ്വഭവനത്തിൽ സ്വീകരിച്ചത് ആര്? ലൂക്ക 10:38 അനുസരിച്ച് യേശുവിനെ സ്വഭവനത്തിൽ സ്വീകരിച്ചത് ആര്? ഉത്തരം മർത്ത. മർത്തയാണ് യേശുവിനെ സ്വഭവനത്തിൽ സ്വീകരിച്ചത്. അടുത്ത ചോദ്യം 28, പൂരിപ്പിക്കുക. നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക. നീ ഡാഷ്. ലൂക്ക 10:28. നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക. നീ ഡാഷ്. ലൂക്ക 10:28. അതിൻ്റെ ഉത്തരം ജീവിക്കും. നീ ജീവിക്കും എന്നാണ് അതിൽ പറയുന്നത്. അടുത്ത ചോദ്യം 29, ലൂക്ക 10 ഏത് 2 വാക്യങ്ങളിലാണ് 5 പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ കാണുന്ന വിഷയങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പരാമർശങ്ങൾ അടങ്ങിയിരിക്കുന്നത്? ലൂക്ക 10 ഏത് 2 വാക്യങ്ങളിലാണ് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ കാണുന്ന വിഷയങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പരാമർശങ്ങൾ അടങ്ങിയിരിക്കുന്നത്? ലൂക്ക 10, 13, 14 വാക്യങ്ങൾ. ലൂക്ക 10, 13, 14 വാക്യങ്ങൾ. ലൂക്ക 10 യേശുവിൻ്റെ പേര് കൂടാതെ എത്ര പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്? 30-ാമത്തെ ചോദ്യം, ലൂക്ക 10 യേശുവിൻ്റെ പേര് കൂടാതെ എത്ര പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്? അതിൻ്റെ ഉത്തരം 2 പേരുകളാണ്, മർത്തായും മറിയവും. മർത്തായും മറിയവും. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ലൂക്ക 10:42. ഇതാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ അവസാനത്തെ വാചകം, 42-ാമത്തെ വാക്യം. ലൂക്ക 10 ഒരു ഉൾക്കാഴ്ച. ലൂക്ക 10-ാം അധ്യായത്തിലൂടെ സൗഖ്യമാക്കാനും പുനഃസ്ഥാപിക്കാനുമുള്ള ദൈവരാജ്യ ശക്തി ഈശോ വെളിപ്പെടുത്തുന്നു. അവിടുത്തെ അനുകമ്പയും കരുണയും സജീവമായ ശിശുത്വത്തിലേക്കുള്ള ആഹ്വാനവും ഇത് അനാവരണം ചെയ്യുന്നു. വിനയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അയൽക്കാരോടുള്ള അചഞ്ചലമായ സ്നേഹത്തിൻ്റെയും പാഠങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നിത്യജീവൻ്റെ വാഗ്ദാനത്തിൽ സന്തോഷിച്ചുകൊണ്ട് സേവനവും അനുകമ്പയും ദൈവത്തോടുള്ള ഭക്തിയും അടയാളപ്പെടുത്തിയ ജീവിതങ്ങളിലേക്കുള്ള ഈശോനാഥൻ്റെ ക്ഷണത്തോട് നമുക്ക് പ്രതികരിക്കാം. പ്രത്യാശയും സ്നേഹവും ആവശ്യമുള്ള ഈ ഒരു ലോകത്ത് അവൻ്റെ പ്രകാശം പ്രസരിപ്പിച്ചുകൊണ്ട് ഈശോ നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത കൃപ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ടിപ്സ്. ഉള്ളടക്കത്തെക്കുറിച്ചുള്ള പൊതുവായ അവബോധം ലഭിക്കുന്നതിന് അധ്യായം വായിച്ചുകൊണ്ട് ആരംഭിക്കുക. തുടർന്ന് വിശദാംശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വീണ്ടും വായിക്കുക. അധ്യായത്തെ ചെറിയ ഭാഗങ്ങളെ വിഭജിക്കുക. 72 പേരെ അയക്കുന്നു 1:12. അനുദപിക്കാത്ത നഗരങ്ങൾ 13:16. 72 പേർ മടങ്ങിയെത്തുന്നു 17:20. യേശു ആത്മാവിൽ ആനന്ദിക്കുന്നു 21:24. നല്ല സമരക്കാരൻ ഉപമ 25:37. മർത്തായും മറിയവും 38:42. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ശരിക്കും വായിച്ചുകൊണ്ട് സാരാംശം ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രമിക്കാം. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. May God bless you all. Thanks for watching. We are glad you joined us. In case you are yet to share or to subscribe to the channel, please do so, because in spreading the word of God, your support is much needed. Thank you for everything. May God bless each one of us. It's goodbye from Joseph for JJ Logos 316.